നമസ്കാരം. പ്രധാന വാർത്തകൾ. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ബലിതർപ്പണം നടത്തി പിൻതലമുറക്കാർ. ഷൊർണൂർ ഭാരതപ്പുഴയോരത്ത് നൂറുകണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തി. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി എത്തിയത് ആയിരങ്ങൾ. സൗജന്യ പ്രഭാത ഭക്ഷണം ഒരുക്കി സേവാഭാരതി. ഓപ്പറേഷൻ തണ്ടർ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാന വ്യാപകമായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ 346 കേസുകളിലായി 84 പേർ അറസ്റ്റിൽ. വരവൂരിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ബലിതർപ്പണം നടത്തി പിൻതലമുറക്കാർ. കർക്കിടക വാവിനോടനുബന്ധിച്ച് ഷൊർണൂർ ഭാരതപ്പുഴയോരത്ത് നൂറുകണക്കിന് ആളുകൾ ബലിതർപ്പണ ക്രിയകൾ നടത്തി. കർക്കിടക വാവ് ബലിയോടനുബന്ധിച്ച് ഷൊർണൂർ ഭാരതപ്പുഴയോരത്ത് സൗജന്യമായി ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയിരുന്നു. ഷൊർണൂർ ശാന്തിതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്മശാന തീരത്ത് മുൻവശം ഒരുക്കിയ പ്രത്യേക വേദിയിലായിരുന്നു ബലിതർപ്പണ ക്രിയകൾ. പുലർച്ചെ 4-ന് ചടങ്ങുകൾ ആരംഭിച്ചു. ഒരേ സമയം 400-ൽ പരം ആളുകൾ ക്രിയകൾ നടത്തി. ബലിതർപ്പണത്തിന് 2 കർമ്മികൾ കാർമ്മികത്വം നൽകി. മണിക്കൂറോളം നീണ്ട ബലിതർപ്പണ ക്രിയയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. എത്തിച്ചേർന്നവർക്ക് ആവശ്യമായ പൂജാ സാധനങ്ങളും മറ്റു സൗകര്യങ്ങളും ട്രസ്റ്റ് പൂർണ്ണമായും സൗജന്യമായും നൽകി. മൺമറഞ്ഞ പ്രിയപ്പെട്ടവർക്ക് പിൻതലമുറ ശാന്തമുട്ടുന്ന പുണ്യദിനമാണ് കർക്കിടകവാവ്. സമർപ്പണം ചെയ്ത് ഭാരതപ്പുഴയിൽ ഇറങ്ങിയവർക്ക് കർശന മുൻകരുതലും നിർദ്ദേശവും നൽകിയിരുന്നു. ഷൊർണൂർ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, ആരോഗ്യ വിഭാഗം എന്നിവരുടെ സേവനവും ഉണ്ടായിരുന്നു. വാഹനങ്ങൾ പാർക്കിങ്ങിനും സൗകര്യമൊരുക്കിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക ബലിതർപ്പണത്തിനെത്തിയത് ആയിരങ്ങൾ ആയിരുന്നു. ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ ഒരുക്കിയിരുന്നു. ഷൊർണൂർ ഭാരതപ്പുഴയോരത്ത് പിതൃതർപ്പണ ക്രിയകൾക്കായി എത്തിയവർക്ക് സൗജന്യ പ്രഭാത ഭക്ഷണവും ചുക്കുകാപ്പിയും വിതരണം ചെയ്തു. ഷൊർണൂർ സേവാഭാരതിയുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം. ഷൊർണൂർ ശാന്തിതീരം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയോരത്തൊരുക്കിയ പിതൃതർപ്പണ ക്രിയയ്ക്കായി എത്തിയവർക്കായിരുന്നു സൗജന്യ പ്രഭാത ഭക്ഷണവും ചുക്കുകാപ്പിയും വിതരണം ചെയ്തത്. പുലർച്ചെ 4 മുതൽക്ക് ആരംഭിച്ച വിതരണം ചടങ്ങുകൾ അവസാനിക്കുന്നവരെ നീണ്ടുനിന്നു. നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി. ഷൊർണൂർ സേവാഭാരതിയുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം. രാജീവ്, ദിലീപ്, ഉണ്ണികൃഷ്ണൻ, മുരളി, പ്രവീൺ, ഗീത, രവി, മണികണ്ഠൻ, EP നന്ദകുമാർ, പ്രസാദ്, ഗോപൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓപ്പറേഷൻ തണ്ടർ സംസ്ഥാന വ്യാപകമായി 24 മണിക്കൂറിനുള്ളിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 346 കേസുകളിലായി 84 പേർ അറസ്റ്റിൽ. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ ആകെ 346 കേസുകളിലായി 84 പേർ അറസ്റ്റിലായി. NDPS കേസുകൾ 51, അബ്കാരി കേസുകൾ 52, കോട്ട്പ കേസുകൾ 243, പിടിച്ചെടുത്ത വാഹനങ്ങളുടെ എണ്ണം 4, പരിശോധിച്ച വാഹനങ്ങളുടെ എണ്ണം 4646. ഈ കേസുമായി ബന്ധപ്പെട്ട് 304 ഗ്രാം കഞ്ചാവും 62.69 ഗ്രാം MDMA-യും 18.8 ഗ്രാം ഹാഷിഷ് ഓയിലും 34 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും അനധികൃതമായി സൂക്ഷിച്ച 100 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും 284 ലിറ്റർ വാഷും പിടിച്ചെടുത്തു. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ടും വാട്സപ്പ് മുഖേനയും 9447178000 എന്ന നമ്പറിൽ എക്സൈസിനെ അറിയിക്കാം. ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് എക്സൈസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആൾമറയില്ലാത്ത കിണറ്റിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വരവൂർ മേച്ചേരി വീട്ടിൽ നാരായണന്റെ ഭാര്യ 65 വയസ്സുള്ള ശ്രീദേവിയെ ആണ് വീട്ടുമുറ്റത്തെ ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ മൃതദേഹം പുറത്തെടുത്തു. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ ദേശീയ സാംസ്കാരിക മഹോത്സവം ഓഗസ്റ്റ് 21 മുതൽ ഷൊർണൂരിൽ നടക്കും. SMB ജംഗ്ഷൻ സമീപത്തുള്ള മൈതാനിയിൽ 10 ദിവസങ്ങളിലായാണ് പരിപാടികൾ നടക്കുന്നതെന്ന് സംഘാടകർ ഷൊർണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 21 മുതൽ 30 വരെ SMB ജംഗ്ഷൻ സമീപമുള്ള മൈതാനത്താണ് 10 ദിവസങ്ങളായി സാംസ്കാരിക മാമാങ്കം സംഘടിപ്പിക്കുക. കേരളത്തിൻ്റെ പ്രമുഖ പ്രാദേശിക പ്രസ്ഥാനമായ മാനസ കൾച്ചർ ട്രസ്റ്റ് കഴിഞ്ഞ 10 വർഷമായി കലാ, സാഹിത്യ, സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. നാടൻ കലകൾ, അനുഷ്ഠാന കലകൾ, തെയ്യം, കഥകളി തുടങ്ങി പാരമ്പര്യ കലകളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയിലേക്ക് അവ പകർന്നു നൽകുക എന്നതാണ് മഹോത്സവത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഓഗസ്റ്റ് 21 വൈകുന്നേരം 5 മണിക്ക് മാനസ നാഷണൽ കൾച്ചറൽ ഫെസ്റ്റിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം പട്ടികജാതി ക്ഷേമവകുപ്പ് മന്ത്രി KA തുളസി നിർവഹിക്കും. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി അധ്യക്ഷത വഹിക്കും. പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ പുരസ്കാര സമർപ്പണം നടത്തും. തുടർന്ന് പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ പുരസ്കാര സമർപ്പണം. പുരസ്കാര ജേതാവ് കലാമണ്ഡലം വീണ വാര്യർക്ക് മന്ത്രി സമ്മാനിക്കും. തുടർന്ന് അവാർഡ് സമർപ്പണവും ഉണ്ടാകും. രാത്രി 7 മണിക്ക് കലാമണ്ഡലം മനീഷ അവതരിപ്പിക്കുന്ന ഭരതനാട്യം
അനന്യ ബിജു അവതരിപ്പിക്കുന്ന മോനിയാട്ടം, കെടാമംഗലം മേളപ്പൊലിമ അവതരിപ്പിക്കുന്ന ചണ്ട ഫ്യൂഷൻ എന്നിവയും ആദ്യ ദിനത്തിൽ അരങ്ങേറും. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾക്കൊപ്പം വിവിധ കലാസന്ധ്യകൾ, സാഹിത്യ സംഗീത സദസ്സുകൾ, ദൃശ്യവിരുന്നുകൾ എന്നിവ 10 ദിവസങ്ങളിലായി അരങ്ങേറും. അമേച്ചർ കലാകാരന്മാർ മുതൽ പ്രഗത്ഭരായ കലാകാരന്മാർ വരെ അണിനിരക്കുന്ന വിവിധ സ്റ്റേജുകളിലായി വൈവിധ്യമാർന്ന കലാപരിപാടികൾ മേളയ്ക്ക് മാറ്റുകൂട്ടും. കുടുംബസമേതം എത്തിച്ചേരാവുന്ന രീതിയിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് മാനസ കൾച്ചറൽ ട്രസ്റ്റ് ചെയർമാൻ മണികണ്ഠൻ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ഷൊർണൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കുക എന്നുള്ളൊരു സ്വപ്നമായാണ് MNCF എന്ന ഈ പേരിൽ 2026 എന്ന പേരിൽ മഹത്തായ ഈ സാംസ്കാരിക മഹോത്സവം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ കലാരൂപങ്ങൾക്കും കേരളത്തിലും അതുപോലുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങൾക്കും കലാകാരന്മാർക്കും ഒരു വേദി എന്നതിലുപരി കലയും സംസ്കാരവും മനുഷ്യൻ്റെ മനോഹരമായൊരു ഭാഷയാണ് എന്നുള്ള ഒരു സന്ദേശം ജനങ്ങളിലേക്കും സമൂഹത്തിലും എത്തിക്കുക എന്നുള്ളൊരു കാര്യമായാണ് ഈ മഹോത്സവത്തിന് തുടക്കമിടുന്നത്. അതിവിപുലമായ രീതിയിൽ ഷൊർണൂർ SMB ജംഗ്ഷനിലുള്ള ഗ്രൗണ്ടിൽ നടത്തപ്പെടുകയാണ്. ഓഗസ്റ്റ് 21 മുതൽ 30 വരെ നൃത്തവും സംഗീതവും അതിനോടനുബന്ധിച്ചിട്ട മറ്റു കലാപരിപാടികളും ഒത്തുചേർത്തുകൊണ്ട് വേദിയിൽ പ്രൗഢഗംഭീരമായ കാഴ്ചകൾ ഒരുക്കുക എന്നതോടുപരി അമ്യൂസ്മെന്റ് പാർക്കുകളും ഫുഡ് കോർട്ടുകളും സ്റ്റാളുകളും ഈ കലോത്സവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വാർത്താസമ്മേളനത്തിൽ മണികണ്ഠനൊപ്പം കോർഡിനേറ്റർ സന്തോഷ് കുമാർ, അലി പള്ളം, കെ പരമേശ്വരൻ മാസ്റ്റർ, M നാരായണൻ, കലാമണ്ഡലം കൃഷ്ണകുമാർ, മുഹമ്മദ് ആഷിഖ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന ഇന്റർ ക്ലബ്ബ് അത്ലറ്റിക്സ് മീറ്റർ കോട്ടായി GHSSന് മികച്ച നേട്ടം. 2 സ്വർണം, 2 വെള്ളി, 1 വെങ്കലത്തോടെ 4ാം സ്ഥാനവും കരസ്ഥമാക്കി. ലോങ് ജമ്പിൽ സ്വർണം നേടിയ KJ ജിൻഷ, ജാവലിംഗ് ത്രോയിൽ വെള്ളി നേടിയ CR അഭിന, കിഡ്സ് ജാവലിംഗ് ത്രോയിൽ വെള്ളി നേടിയ വൈഷ്ണവ് എന്നിവർ സെപ്റ്റംബർ മാസത്തിൽ പോണ്ടിച്ചേരിയിൽ വെച്ച് നടക്കുന്ന സൗത്ത് സോൺ ജൂനിയർ നാഷണൽ മീറ്റിൽ പങ്കെടുക്കാൻ യോഗ്യതയും നേടി. സ്കൂളിലെ കായിക അധ്യാപകനും വേൾഡ് അത്ലറ്റിക്സ് ലെവൽ 1 കോച്ച് M രമേശാണ് പരിശീലകൻ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷോപ്സ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ CITU ഷൊർണൂർ മേഖലാ കൺവെൻഷൻ ചേർന്നു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KP മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ CITU ഷൊർണൂർ മേഖലാ കൺവെൻഷൻ ബുധനാഴ്ച വൈകിട്ട് ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്ക് ഈവനിംഗ് ബ്രാഞ്ച് ഹാളിൽ നടന്നു. യൂണിയൻ മേഖലാ പ്രസിഡന്റ് പ്രസാദ് പതാക ഉയർത്തിയതോടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. തുടർന്ന് നടന്ന കൺവെൻഷൻ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KP മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. 25 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടി ഏറ്റവും കൂടുതൽ ചൂഷണം അനുഭവിക്കുന്ന ആ വിഭാഗത്തെ സമൂഹത്തിൽ ഉയർത്തി കാണിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ യൂണിയന് നമ്മൾ രൂപം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ പീഡിക തൊഴിലാളി യൂണിയൻ എന്ന രൂപത്തിൽ ഈ ക്ഷേമനിധിയും അതോടൊപ്പം തന്നെ ഈ യൂണിയനും നിലവിലുണ്ട്. യൂണിയൻ മേഖലാ പ്രസിഡന്റ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. CITU ഒറ്റപ്പാലം ഡിവിഷൻ വൈസ് പ്രസിഡന്റ് വേണുഗോപാൽ, മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. സുമ രക്തസാക്ഷി പ്രമേയവും പുഷ്പ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്രിപ്പാല കരുവടത്തൊടി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ പൂക്കള മത്സരം നടന്നു. തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങളും ഉണ്ടായി. പൂക്കള മത്സരങ്ങളിൽ വിജയികളവർക്ക് ക്യാഷ് പ്രൈസ് നൽകി. സൗഹൃദവേദി രക്ഷാധികാരി KP ചാമുണ്ണി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലാണ് ഇവിടെ നടന്ന ഓണാഘോഷമെന്ന് ഉദ്ഘാടകൻ ചാമുണ്ണി പറഞ്ഞു. AH സൈതലവി അധ്യക്ഷത വഹിച്ചു. OA ഉണ്ണിമങ്കര, ശിവദാസൻ മാസ്റ്റർ എന്നിവർ സമ്മാന വിതരണം നടത്തി. ഓമന ഓണാഘോഷഗാനം ആലപിച്ചു. വിപിനൻ മാസ്റ്റർ, KS പ്രിയ, ശിവദാസൻ മാസ്റ്റർ, OA ഉണ്ണി, KR ഷഹല, രജിത, മഞ്ജുഷ, ഷുക്കൂർ, മോഹൻജി നായർ, KG മോഹനൻ എന്നിവർ സംസാരിച്ചു.
ഓണാഘോഷത്തിന്റെ ഭാഗമായി പായസ വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കാരക്കാട് ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ട്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടങ്ങിയ പൂജകൾ നടന്നു. നിറപുത്തിരിയും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കാരക്കാട് ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സുഹൃദ ഹോമവും സുദർശന ഹോമം, തിലഹോമം, സായുജ പൂജയും ആരംഭിച്ചു. ആലൂർ ചാമുണ്ടിക്കാവ് രവീന്ദ്രൻ വെളിച്ചപ്പാട് കാർമ്മികത്വം നൽകി. തുടർന്ന് ആനയൂട്ടും ആരംഭിച്ചു. രവീന്ദ്രൻ വെളിച്ചപ്പാട് ഗജപൂജ നടത്തിയ ശേഷമായിരുന്നു ആനയൂട്ടിന് തുടക്കം. ഭക്തർക്കും ആനയൂട്ട് കർമ്മം നിർവഹിക്കാൻ അവസരമുണ്ടായിരുന്നു. നേരത്തെ ക്ഷേത്രത്തിൽ നിറപുത്തരിയും ഉണ്ടായിരുന്നു. വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പരുത്തിപ്പുറയിൽ രാമപദം നങ്ങ്യാർകൂത്ത് പരമ്പരയ്ക്ക് തുടക്കമായി. പരുത്തിപ്പുറ കോണോത്ത് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലായിരുന്നു കൂത്ത്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പരുത്തിപ്പുറ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്ര ഊട്ടുപുര ഓഡിറ്റോറിയത്തിൽ രാമപദം നങ്ങ്യാർകൂത്ത് പരമ്പരയ്ക്കാണ് ചൊവ്വാഴ്ച രാത്രിയോടെ തുടക്കമായത്. സീതാപഹരണം കഥയിൽ കലാമണ്ഡലം അശ്വതി അരങ്ങിലെത്തി. മിഴാവിൽ കലാമണ്ഡലം കൃഷ്ണദാസ്, കലാമണ്ഡലം ശ്യാംജിത്ത് എന്നിവരും ഇടക്കയിൽ കലാമണ്ഡലം സരോദ്, താളം കലാമണ്ഡലം നില എന്നിവരും രംഗത്തെത്തി. നേരത്തെ ഭദ്രദീപം കൊളുത്തി പ്രൊഫസർ നീലകണ്ഠൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അവരെ പഠിച്ച് അവതരിപ്പിച്ച് അവരുടെ നാടുകളിൽ ഇത് അവതരിപ്പിക്കാനുള്ള ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാക്കി അവരെ നെഞ്ചോട് ചേർക്കുന്നു. നമ്മൾ നെഞ്ചോട് ചേർക്കുന്നില്ല, പക്ഷെ നമ്മുടെ ഈ കലയെ, കേരളത്തിലെ ഈ കലയെ, കേരളത്തിന്റെ ഈ നമ്മുടെ ഒപ്പമുള്ള വളരെ വളരെ പ്രയത്നശാലികളും പ്രതിഭാവാന്മാരുമായ കലാമണ്ഡലം സംഗീതയും സംസാരിച്ചു. പ്രദേശവാസികൾ കൂത്ത് ആസ്വദിക്കാനെത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റുലി. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതു മാറ്റി കേരളം എന്നാക്കി മാറ്റിയ ബിൽ പാർലമെന്റിൽ പാസാക്കി. പേരുമാറ്റം ഖജനാവിന് വൻ പ്രതിസന്ധിയുണ്ടാക്കുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ഈ നടപടിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ഇതിലിപ്പോൾ ഒരു തല പോകുന്ന വിഷയമൊന്നുമില്ല. ഇപ്പോൾ കൃഷ്ണൻകുട്ടിക്ക് ഉണ്ണി എന്ന വിളിപ്പേരുണ്ടാവും. അപ്പോൾ കൃഷ്ണൻകുട്ടി എന്ന് വിളിച്ചാലും ഉണ്ണി എന്ന് വിളിച്ചാലും ആൾ വിളി കേൾക്കും എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷേ ഇതിലൊരു അസ്വാഭാവികത പിന്നെ വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത്, മലയാളത്തിൽ നമ്മൾ ഇതുവരെ അങ്ങനെ കേരള സംസ്ഥാന വിദ്യുച്ഛക്തി വകുപ്പ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി തൊട്ടിട്ട് അത് കേരളം സംസ്ഥാന വിദ്യുച്ഛക്തി വകുപ്പ് പറയുമ്പോൾ ഒരു സംസാര ശൈലിയിലൊരു അപാകത നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നതിന് പകരം കേരളം സംസ്ഥാന ജലസേചന വകുപ്പ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംസാര ഭാഷയിലെ അപാകതയാണ് വലിയ വിഷയമായിട്ട് വരാൻ പോകുന്നത്. പിന്നെ റെക്കോർഡ്സിലൊക്കെ കാലത്തിനനുസരിച്ച് ഇനി കേരള എന്ന് എഴുതിയിടത്തൊക്കെ കേരളം എന്ന് മാറ്റിക്കൊണ്ട് വരണം എന്നുള്ളൊരു പ്രശ്നം കൂടി മുന്നിൽ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിലേക്ക് രാജ്യത്തെ എത്തിക്കുക എന്നുള്ള ചിലവരുടെ ചിന്തകളാണ് ഇത്തരം മാറ്റങ്ങൾക്ക് കാരണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ബലിതർപ്പണം നടത്തി പിൻതലമുറക്കാർ. ഷൊർണൂർ ഭാരതപ്പുഴയോരത്ത് നൂറുകണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തി. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി എത്തിയത് ആയിരങ്ങൾ. സൗജന്യ പ്രഭാത ഭക്ഷണം ഒരുക്കി സേവാഭാരതി. ഓപ്പറേഷൻ തണ്ടർ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാന വ്യാപകമായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ 346 കേസുകളിലായി 84 പേർ അറസ്റ്റിൽ. വരവൂരിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.